നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് ബസന്ത് സിറിയക്ക് കൂടെ ചേരുന്നുണ്ട്. ശ്രീ ബസന്ത് സിറിയക്ക്, ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഓരോ വജ്രായുധങ്ങൾ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മലയോര ജനതയുടെ വോട്ടിൽ കണ്ണുവെച്ച് തന്നെ പിണറായി സർക്കാർ അടുത്ത ഒരു ബോംബ് ഇട്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഇനി വർക്കാവും ഇല്ലയോ എന്ന് തന്നെയാണ് നോക്കി കാണേണ്ടത്. പക്ഷേ വോട്ട് മാത്രമാണോ ലക്ഷ്യം, അതോ ജനവാസ മേഖലയിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കൊരു ശാശ്വത പരിഹാരമാണോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അല്ല, വോട്ട് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ, അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വയനാട്ടിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ വനം വകുപ്പ് മന്ത്രി ഗാനങ്ങളിൽ പാട്ടുപാടാൻ പോകുമായിരുന്നില്ലല്ലോ. വോട്ടല്ലായിരുന്നു ലക്ഷ്യമെങ്കിൽ കോട്ടയം എരുമേലി കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട ശേഷം 1.5 ആഴ്ചക്കാലം ആരാണ് കാട്ടുപോത്തിനെ വെടിവെക്കാൻ വേണ്ടി ഓർഡർ ഇടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുമായിരുന്നില്ലല്ലോ. ഇനി വോട്ടല്ലായിരുന്നുവെങ്കിൽ കേന്ദ്രം അനുവദിച്ച പ്രതിവർഷം 486 കോടി രൂപയിൽ നിന്ന് 326 കോടി രൂപ ലാപ്സാക്കി തിരിച്ചയക്കുമായിരുന്നില്ലല്ലോ. വോട്ടല്ലായിരുന്നു ലക്ഷ്യമെങ്കിൽ 25 കോടി രൂപ വീതം പ്രതിവർഷം സർക്കാർ ഉപയോഗിച്ചിട്ടും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും ഇന്നും വയനാട്ടിൽ ആനക്കിടങ്ങുകൾ ഇല്ലാതെ ഇരിക്കുമായിരുന്നില്ലല്ലോ. ഈ തേക്കടിയിൽ, കുമളി തേക്കടിയിൽ പ്രൈവറ്റ് റിസോർട്ടുകൾക്ക് മുഴുവൻ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടായിട്ടും സർക്കാരുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് വകുപ്പിന്റെ മുമ്പിലോ ഇലക്ട്രിക് ഫെൻസിംഗ് ഇല്ലാതാകുമായിരുന്നില്ലല്ലോ. അപ്പൊ സർക്കാരിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഫോറസ്റ്റ് വകുപ്പിൽ നിന്ന് കള്ളത്തടി വെട്ടി മുറിക്കുക, അത് മുറിച്ചു വിൽക്കാൻ വേണ്ടി ചാനൽ മുതലാളിമാർക്ക് ഒത്താശ ചെയ്യുക, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ ഓശാനപ്പണം കൊണ്ട്, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒച്ചാരം കൊണ്ട് സർക്കാരിനെ മുമ്പോട്ട് കൊണ്ടുപോകുക, പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നത് മാത്രമാണ്. പിന്നെ അവരുടെ ചാനൽ ഉപയോഗിച്ച് ചെയ്തു കൊടുക്കുന്ന PR വർക്ക്, ആ PR വർക്കിൽ അങ്ങ് അഭിരമിക്കുക എന്നതിനപ്പുറത്തൊന്നുമില്ല. ഇല്ലായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ ഇവർ നടപടി എടുക്കേണ്ടത് കേരളത്തിൽ ഏതാണ്ട് 400, 500 അല്ല, ആയിരക്കണക്കിന് മരണങ്ങളുണ്ടായി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. ആ 10 വർഷത്തിനിടയിൽ 1000 പേർ മരിക്കേണ്ടി വന്നു സർക്കാരിന് ഇപ്പോൾ ഈ നടപടി സ്വീകരിക്കാൻ. എന്തായിരുന്നു സർക്കാർ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഇടത് പ്രതിനിധികൾ ചർച്ചകളിൽ ആകെ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ കയ്യിലല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കേന്ദ്ര നിയമമാണ്, കേന്ദ്ര നിയമം, ഗാഡ്ഗിൽ റിപ്പോർട്ട് നിൽക്കുന്നു, അത് നിൽക്കുന്നു, ഇത് നിൽക്കുന്നു എന്നായിരുന്നല്ലോ. എന്തൊക്കെ ബഹളമായിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട്, കേന്ദ്ര വനനിയമം കേന്ദ്ര ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടത് ഒടുക്കം ശമമായില്ലേ എന്ന് പറയുന്നത് പോലെ ഏറ്റവും ഒടുക്കം ഇവർക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഇവർ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. ഞങ്ങളെന്തേ പറഞ്ഞതാണ്, ഇത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്, സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട്, അതിന് പറ്റുന്ന മേഖലകളുണ്ട്, അത് പരിഹരിച്ചിട്ട് വേണം കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ നമ്മൾ പോകാൻ. ഇതാ നോക്കൂ, ഞങ്ങളിത് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന ചോദ്യം നമുക്ക് ചോദിക്കണം എന്ന് കോൺഗ്രസ് വളരെ കൃത്യമായി പറഞ്ഞതാണ്. 2, ഇവർ ചോദിക്കും കോൺഗ്രസ് അല്ലേ നിയമം കൊണ്ടുവന്നത്, കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തിന് യാതൊരു പാകതയുമുണ്ട് എന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രൊപ്പോർഷണേറ്റ് റേഷ്യോയിൽ വനം, പാർപ്പിടങ്ങളെക്കാൾ കൂടുതൽ വനം ആവശ്യത്തിനുള്ള റേഷ്യോയിൽ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ മുമ്പന്തിയിലാണ് നമ്മളുള്ളത്. നമുക്ക് വനങ്ങളുണ്ട്, ആ വനങ്ങൾ സംരക്ഷിക്കണം. പക്ഷെ ആ വനത്തിൽ നിന്ന് വെളിയിറങ്ങുന്ന മൃഗങ്ങൾ, അവരെ എന്ത് ചെയ്യണമെന്ന് ഈ കൃത്യമായ നടപടി ഉണ്ടാകണം. 2, ഈ വനങ്ങൾക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായ പഠനം ഉണ്ടാവണ്ടേ, അതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെക്കണ്ടേ, അല്ലെങ്കിൽ കോടതിയെ നേരിട്ട് അഭിഷേക്തുയെ വെക്കട്ടെ. ഫോറസ്റ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വനങ്ങളുടെ ഉള്ളിൽ മുഴുവൻ വെട്ടി നിർത്തി അവിടെ ഈ യുക്കാലിസ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. കിടങ്ങുകൾ സ്ഥാപിക്കുന്നതിന് പകരം ഇവർ ഈ മരങ്ങൾ അങ്ങോട്ടും ക്രോസ് കെട്ടി അതിന്റെ മുകളിൽ കിടങ്ങ് കെട്ടി അവിടെ പോയി സുഖവാസമാണ് ഫോറസ്റ്റിനുള്ളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അതൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. തീർച്ചയായും സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ബസന്ത് സിറിയക്ക്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ കാട് കയറുന്ന മനുഷ്യരുടെ അതിൽ ഒരു നിയമ നടപടികളും സർക്കാർ എടുക്കുന്നില്ല. പക്ഷേ അതിലൊക്കെ കണ്ണടച്ച് നിൽക്കുന്ന സർക്കാരാണ് ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിനൊക്കെ അംഗീകാരം നൽകുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് നടത്തുന്നത് എന്നുള്ളത് പ്രഥമദൃഷ്ടി എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് പൊതുവികാരം. എന്തായാലും വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയുടെ കരട് ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് മന്ത്രിസഭ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്നതാണ് പുതിയ ഭേദഗതി. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.